DCC തലം മുതൽ സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് കോൺഗ്രസ് ഒരുങ്ങുന്നു. നിലവിലെ മുഴുവൻ ഭാരവാഹികളെയും മാറ്റാനാണ് നീക്കം. മികച്ച പ്രവർത്തനം കണക്കിലെടുത്ത് കണ്ണൂരിൽ DCC പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റം വേണ്ടെന്ന അഭിപ്രായവുമുണ്ട്. എന്നാൽ എല്ലാവരെയും മാറ്റാനാണ് തീരുമാനമെങ്കിൽ ഇളവുണ്ടാകില്ല. അങ്ങനെ വന്നാൽ റിജിൽ മാക്കുറ്റിയോ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനോ DCC പ്രസിഡന്റാകും. ഇപ്പോൾ എൻ്റെ ജില്ലയിലെ മാർട്ടിൻ ഏറ്റവും നല്ല DC പ്രസിഡന്റാണ്. ഏത് തലത്തിലുള്ളവർക്കും ഉത്തരവാദിത്വവും ഏറ്റെടുത്ത് കണ്ണൂരിലെ കോൺഗ്രസിനെ നയിക്കുന്നത് മാർട്ടിനാണ്. എനിക്ക് മാർട്ടിൻ മതി, ഇവിടെ വേണമെങ്കിൽ പുതിയ മാറ്റൊന്നും വേണ്ട എന്നുള്ള വ്യക്തിപരമായ അഭിപ്രായം എനിക്കുണ്ട്. കെ സുധാകരൻ MP-യുടെ ഉറച്ച പിന്തുണയും മികച്ച പ്രവർത്തനം നടത്തിയ DCC പ്രസിഡന്റ് എന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ ആകെയുള്ള വിലയിരുത്തലുമാണ് കഴിഞ്ഞ 4 വർഷത്തെ പ്രവർത്തനം കൊണ്ട് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേടിയത്. കണ്ണൂർ ജില്ലയിൽ പാർട്ടിക്ക് ശക്തമായ നേതൃത്വമാണ് മാർട്ടിൻ ജോർജ് നൽകിയതും. കോൺഗ്രസിൽ സമ്പൂർണ്ണ പുനഃസംഘടനയ്ക്ക് ഹൈക്കമാൻഡ് ഒരുങ്ങുമ്പോൾ കണ്ണൂരിൽ മാറ്റം വേണ്ടെന്ന അഭിപ്രായം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ സമ്പൂർണ്ണ പുനഃസംഘടന വരുമ്പോൾ കണ്ണൂരിൽ മാത്രം ഇളവ് വേണ്ടെന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തിയാൽ പുതിയ DCC പ്രസിഡന്റ് വരും. സാമുദായിക പരിഗണനയടക്കം നോക്കിയാകും 14 DCC പ്രസിഡന്റുമാരെയും തീരുമാനിക്കുക. കണ്ണൂരിൽ അഡ്വക്കേറ്റ് ടി.ഒ. മോഹനനോ റിജിൽ മാക്കുറ്റിയോ DCC പ്രസിഡന്റാകാനാണ് സാധ്യത. കണ്ണൂരിൽ ആര് DCC പ്രസിഡന്റാകണമെന്ന കാര്യത്തിൽ കെ സുധാകരന്റെ അഭിപ്രായം നിർണായകമാകും. ഒപ്പം KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ നിലപാടും. ഹൈക്കമാൻഡും കെ സുധാകരന്റെ അഭിപ്രായം തേടി മാത്രമായിരിക്കും പ്രസിഡന്റിനെ തീരുമാനിക്കുക. ഈഴവ പ്രാതിനിധ്യമാണ് കണ്ണൂരിൽ നിശ്ചയിക്കപ്പെടുന്നതെങ്കിൽ നറുക്കുവീഴുക റിജിൽ മാക്കുറ്റിക്കാകും. റിജിൽ വരുന്നതിനോട് കെ സുധാകരനും എതിർപ്പുണ്ടാകാൻ ഇടയില്ല. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്ന നിലയിൽ ശക്തമായ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞത് റിജിലിന് പ്ലസ് പോയിന്റാണ്. യുവ നേതൃത്വം DCCയിൽ വരണമെന്ന കനകേലുവിന്റെ റിപ്പോർട്ടും റിജിൽ മാക്കുറ്റിക്ക് അനുകൂലമാകും. മറ്റു ജില്ലകളിലെ നായർ പ്രാതിനിധ്യത്തിന് അനുസരിച്ചായിരിക്കും അഡ്വക്കേറ്റ് ടി.ഒ. മോഹനന്റെ സാധ്യത. കഴിഞ്ഞ തവണയും DCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പാർട്ടി സജീവമായി പരിഗണിച്ചത് ടി.ഒ. മോഹനെയായിരുന്നു. എന്നാൽ മേയർ സ്ഥാനത്തേക്ക് ടി.ഒ. മോഹനെ പാർട്ടി കണ്ടുവച്ചതിനാൽ ചർച്ച അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജിലേക്ക് എത്തുകയായിരുന്നു. മേയർ എന്ന നിലയിലുള്ള പ്രവർത്തനവും ടി.ഒ. മോഹന്റെ ഗ്രാഫ് ഉയർത്തി. മികച്ച സംഘാടകൻ എന്ന പ്രതിച്ഛായയും പ്രസംഗപാഠവുമെല്ലാം ടി.ഒ. മോഹന് അനുകൂലമായ ഘടകങ്ങളാണ്. ഹൈക്കമാൻഡിന്റെ പിന്തുണയും ടി.ഒ. മോഹന് ലഭിക്കാൻ സാധ്യത ഏറെ. കെ സുധാകരൻ ഇവരല്ലാതെ മറ്റു പേരുകൾ മുന്നോട്ട് വച്ചാൽ അതും ഹൈക്കമാൻഡിന് പരിഗണിക്കേണ്ടി വരും. സംഘടനാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ DCC പ്രസിഡന്റ് സ്ഥാനം കെ സുധാകരൻ പിടിച്ചതിന് ശേഷം സുധാകരൻ നിർദ്ദേശിക്കുന്നയാൾ മാത്രമാണ് DCC പ്രസിഡന്റായി വന്നത്. ആ കീഴ്വഴക്കത്തിന് ഇത്തവണയും മാറ്റത്തിന് സാധ്യത വിരളമാണ്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.